ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പിള്ളേരുടെ ഫ്രോക്കാണ്. അപ്പം അതിന്റെ മോൾ ഭാഗമാണ് ഞാൻ ഈ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് വണ്ണം വേണ്ടത് 22 ഇഞ്ചാണ് വണ്ണം എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 6 ഇഞ്ച് ലൂസ് കൂടെ എടുത്ത് 28. എന്നിട്ട് 28ന്റെ 4-1 നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ബോഡി ഇറക്കമാണ്. ബോഡി ഇറക്കം വേണ്ടത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മുകളിലത്തെ അരയിഞ്ച് തയ്യലും താഴത്തെ അരയിഞ്ച് തയ്യലും കൂടെ കൂട്ടി ഞാൻ അത് അങ്ങനത്തെ 1 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ച് ഇറക്കം എടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ കഴുത്ത് അകലം എടുക്കാൻ പോകുന്നത് 2 ഇഞ്ചാണ്. കഴുത്ത് ഇറക്കം എടുക്കാൻ പോകുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അതാണ് നമ്മൾ മോൾ ഭാഗം വെട്ടിയിട്ട് കൈക്കുഴി ഞാൻ എടുത്തിരിക്കുന്ന 3.5 ഇഞ്ചാണ്. കൊച്ചു കുഞ്ഞായതുകൊണ്ട് അത്രയും മതി, അല്ലെങ്കിൽ ഒരുപാട് തുറന്നു പോകും. പിന്നെ താഴത്തെ നമ്മൾ ഞുറിവിനുള്ളത് എടുത്തിരിക്കുന്നത് 20 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. ഞാൻ 22 എടുത്തിട്ടുണ്ട്, പടിയും കൂടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തുണി 4ആയിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. ഞുറിവ് നല്ലതുപോലെ കിട്ടട്ടെന്നും കൊണ്ട്, നല്ലതുപോലെ ഞുറിവ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഈ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഈ ഫ്രോക്കേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഇത് ആവശ്യമായ നല്ല ഞുറിവ് ഇട്ടിട്ടുണ്ട്. അവർ തന്നിടത്തോളം തുണി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. കാരണം കൊച്ചു കുഞ്ഞല്ലേ, നല്ല രസമല്ലേ ഇങ്ങനെ ഞുറിവ് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട്. അതാണ് ഞാൻ അത്രയും ഞുറിവ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇതിന് 2 കെട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കല്ലായിരുന്നു. ഈ കല്ല് തയ്യൽ പോകുന്ന ഭാഗത്തെ എല്ലാം നമ്മൾ അഴിച്ചു മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ സൂചി ഒടിഞ്ഞു പോയി. ഇതിനു മുമ്പും സൂചി ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണം എനിക്ക് പേടിയായിരുന്നു. അപ്പം ഈ ഫ്രോക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഈ കൈകൾക്ക് ഞുറിവാണ് ഇട്ടിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.